الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് കരുതലോടെ, ജാഗ്രതയോടെ ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി നാം ജീവിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. സർവശക്തനായ അല്ലാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം എന്ന നിലക്ക് ഒരു ദിനം ആചരിക്കുന്ന ദിവസം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക ദിനത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ ഒരു ദിനം ലോകാടിസ്ഥാനത്തിൽ ആചരിക്കുമ്പോൾ ഇസ്ലാമിന്റെ, അള്ളാഹുവിന്റെ മതത്തിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള മനുഷ്യർക്ക് നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നാം ഒരിക്കൽ കൂടി അറിയുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ നല്ലതാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് സർവശക്തനായ അള്ളാഹു ഈ പ്രപഞ്ചം ഒരുക്കിയത്. ഈ ഭൂമിയിലെ സൗകര്യങ്ങളെല്ലാം അള്ളാഹു ഒരുക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അതാണ് ഖുർആനിന്റെ മനോഹരമായ പ്രയോഗമുള്ളത്. ഖുർആനിൽ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു. അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം, അതിലൊന്നും മാറി നിൽക്കുന്നില്ല, എല്ലാം അത് നിങ്ങൾക്ക് വേണ്ടിയാണ് സർവശക്തനായ അല്ലാഹു അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഈ പ്രയോഗം നമ്മളൊക്കെ പലതവണകളായി കേട്ടവരാണ്, ആയത്തോതിയവരാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പൊ ഇവിടുത്തെ പ്രാണികൾ മനുഷ്യർക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ പാമ്പുകൾ മനുഷ്യർക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ മിണ്ടാപ്രാണികൾ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കണം, മനുഷ്യന് ജീവിക്കണമെങ്കിൽ. ഈ ആവാസ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കാൻ നമുക്ക് ഉപദ്രവമാണ് എന്ന് തോന്നുന്ന ജീവജാലങ്ങൾ വരെ ഈ ഭൂമിയിൽ ആവശ്യമാണ്. അത് അള്ളാഹു വെച്ചൊരു ലിമിറ്റിനപ്പുറം എന്ന് പറഞ്ഞാൽ അതിന്റെ വർധനവുണ്ടാകുമ്പോൾ അതിന്റെ ക്രമാതീതമായ അളവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം അള്ളാഹു ഈ പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ജീവികളെ ഭക്ഷിക്കും. എലികളുടെ വർധനവുണ്ടാകുമ്പോ പാമ്പുകൾ അതിനെ ഭക്ഷിക്കും. അതൊക്കെ ഈ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കോളജിക്കൽ സിസ്റ്റം എന്ന് ശാസ്ത്രം പേരിട്ട് വിളിക്കുന്ന ഈ വ്യവസ്ഥ അള്ളാഹു വെച്ച വ്യവസ്ഥയാണ്.
സർവശക്തനായ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയാണ്. നിങ്ങൾ ചിന്തിക്കുക, പാമ്പ്, ഞാനൊരു ഉദാഹരണം പറയാം. പാമ്പിനെ കുറിച്ച് നമ്മൾ പലരും ഭയപ്പാടോടുകൂടിയും ഭീതിയോടുകൂടിയും നോക്കിക്കാണും. ഒരു മനുഷ്യനെ പിറകെ ഓടി വന്ന് ഒരു പാമ്പ് കടിക്കുക എന്നുള്ള സിസ്റ്റം വളരെ അപൂർവമായിരിക്കും. പിന്നെ എങ്ങനെ കുറെ ആളുകൾക്ക് പാമ്പ് കടിയേറ്റത്? പാമ്പിനെ മനുഷ്യനറിയാതെ ചവിട്ടിപ്പോയി, ശ്രദ്ധിക്കാതെ നടന്നു, ചപ്പ് ചവറുകൾക്കിടയിലൂടെ അശ്രദ്ധനായി നടന്നു, കാടുകളിലൂടെ അശ്രദ്ധനായി നടന്നു, അതിന്റെ ശരീരം വേദനിച്ചു, അത് പ്രതികരിച്ചു. നമ്മൾ ലോകത്തെവിടെയൊക്കെ ആളുകൾക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ടോ അതൊക്കെ അതിൽ മഹാഭൂരിഭാഗവും നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും. അതല്ലാതെ ഒരു പാമ്പിനെ ദൂരെ കണ്ടു, ആ പാമ്പ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അവനെ കടിച്ചു എന്നതൊക്കെ അപൂർവ സംഭവമായിരിക്കും. ഈ പാമ്പിൽ നിന്ന് അതിന്റെ വിഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സയൻസ് പറയാണ്, ശാസ്ത്രലോകം പറയാണ്, ഒരുപാട് ഔഷധ നിർമ്മാണം നടക്കുന്നത് പാമ്പിന്റെ വിഷത്തിൽ നിന്നാണ്. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ഇഞ്ചക്ഷൻ പാമ്പിന്റെ വിഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എന്തിനാണ് പാമ്പ് എന്ന് നാം ചോദിക്കുമ്പോ, സർവശക്തനായ അല്ലാഹു തആല ഈ പ്രകൃതിയിൽ അതിനെ കൊടുത്തതിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബാക്ടീരിയ, വൈറസ്, മനുഷ്യന്റെ ഈ നോർമലി അവസ്ഥയിൽ ഈ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസുകളും ബാക്ടീരിയകളും, നമ്മുടെ റോഡ് സൈഡിൽ ഒരു ജീവി ചത്തുവീണു, മാരകമായ അസുഖങ്ങൾ സംഭവിച്ച് ചത്തുവീണ മൃഗങ്ങളുണ്ടാവാം, പക്ഷികളുണ്ടാവാം. അതിനെ ഈ ഭൂമിയിലേക്ക് അതിന്റെ കൃത്യമായ ജീർണിപ്പിച്ച് ഈ ഭൂമിയിലേക്ക് ലയിപ്പിച്ച് മണ്ണിലേക്ക് ചേർത്ത് വിടുന്നതിൽ ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് ബാക്ടീരിയകളും വൈറസുകളുമാണ്. അപ്പൊ അവിടെ ഈ ഒരു സിസ്റ്റം ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല വെച്ചതാണ്. ഈ ഡീകമ്പോസ് എന്ന് പറയുന്ന ഈ സംവിധാനം അല്ലാഹു തആല ഈ ബാക്ടീരിയകളെ കൊണ്ടും വൈറസിനെ കൊണ്ടും അല്ലാഹു തആല ഈ പ്രകൃതിയിൽ ഉണ്ടാക്കിയതാണ്. ഞാനിത് പറയുന്നത്, ഏത് ജീവജാലങ്ങൾ എടുത്തു നോക്കിയാലും നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ലോകത്തെന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഒന്നതിന്റെ ഡെപ്തായ അഗാധമായ വശത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു മുസ്ലിമിന് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇപ്പൊ കൂൺ എന്ന് പറയുന്ന, നമുക്കിടയ്ക്ക് കൂണ് കിട്ടി ഇവിടുന്ന്, അതേ സ്ഥലത്തുനിന്ന് കഴിഞ്ഞ വർഷം കിട്ടി, ഈ പ്രാവശ്യം ആ ഭാഗത്തു നിന്ന് കിട്ടി എന്നൊക്കെ ആളുകൾ പറയും. അതെന്റെ മേൽഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. കൂണിനെ കുറിച്ച് പഠിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ടെന്നറിയോ, ഒരു വുഡ് വൈഡ് വെബ് എന്നാണ്, ആശയവിനിമയ ശൃംഖല എന്നാണ് കൂണിനെ കുറിച്ച് പറയുന്നത്. നമ്മളൊന്ന് വായിച്ചു നോക്ക് കൂണിനെ കുറിച്ച്. നമുക്ക് ഈ വർഷം ഇവിടുന്ന് കൂണിട്ടി, അടുത്ത വർഷം ആളുകൾ പറയും അതേ സ്ഥലത്ത് തന്നെ എല്ലാ വർഷവും ഈ ഭാഗത്ത് കിട്ടാറുണ്ട് എന്ന്. അതിന്റെ കൂണിന്റെ വേര് എന്ന് ശാസ്ത്രം അതിനെ വിളിക്കുന്നില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ ഒരു ശൃംഖലയുണ്ട്. അതിൽ കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുകയാണ്. കൂണിന്റെ ഈ ഫംഗസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈ മൈസീലിയം എന്ന് പറയുന്ന അതിന്റെ നേർത്ത വേരുകളെ പോലെ നിൽക്കുന്ന ഈ ഭാഗം, അത് ആശയവിനിമയ ശൃംഖല എന്ന് ശാസ്ത്രം അതിനെ വിളിക്കുകയാണ്. മരങ്ങളിലേക്ക് സന്ദേശം കൈമാറാൻ ഈ കൂണിന്റെ മൈസീലിയം എന്ന് പറയുന്ന ഈ നേർത്ത വേരുകൾ ഉപയോഗിക്കുന്നു എന്ന് ശാസ്ത്രം ലോകത്തോട് പറയുന്നു. ഒരു മരത്തിലേക്ക് കടന്നു വരുന്ന രോഗത്തെ ഈ വേരുകളിലൂടെ കൈമാറ്റം നടത്തി അതിനുവേണ്ട പ്രതിരോധ നടപടി ആ മരം സ്വീകരിക്കുമെന്ന് ശാസ്ത്ര ലോകത്തോട് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഭൂമിയിൽ കാണുന്ന ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. അതൊക്കെ അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ച ഒരു വല്ലാത്ത സംവിധാനമാണ്. അപ്പൊ നമ്മൾ ഈ ആയത്തിങ്ങനെ ഓതിപ്പോവാണ്, അല്ലാഹു ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ കഴുകൻ എന്തുപകാരം അപ്പൊ നമുക്ക് ചെയ്യുന്നത്? ഈ പരുന്ത് എന്തുപകാരം നമുക്ക് ചെയ്യുന്നത്?
ഈ ബാക്ടീരിയയെ കൊണ്ടും വൈറസിനെ കൊണ്ടും നമുക്ക് എന്തുപകാരമാണ്? ഒരു ഉറുമ്പിനെ കൊണ്ട്, ഉറുമ്പ് ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങും. ഭൂമിക്കടിയിലെ കർഷകരെന്നാണ് ഉറുമ്പിനെ വിളിക്കുന്നത്. ഇലകൾ കൊണ്ടുപോയി, ചെറിയ ദ്വാരങ്ങളിലൂടെ ചെറിയ ഇലകളെ കൊണ്ടുപോയി ആ ഭൂമിക്കടിയിൽ വെച്ച് അത് ഈ ഉറുമ്പ് കൊണ്ടുപോയിട്ട് തീറ്റയ്ക്ക് വേണ്ടി മാത്രമല്ല, ചില കൃഷികൾ അതിലൂടെ ഉറുമ്പിനാൽ നിർമ്മിക്കപ്പെടുന്നു എന്ന് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ലോകത്തോട് പറയുന്നു. ഭൂമിയെ ഉഴുതുമറിക്കുന്നു. മണ്ണിര മാത്രമല്ല, ഉറുമ്പ് പോലും ഭൂമിയുടെ ഇളക്കത്തിന്, കൃഷിക്കനുയോജ്യമായ മണ്ണിനെ ഇളക്കുന്നതിൽ ഉറുമ്പിന് റോളുണ്ട്. അപ്പൊ ഞാൻ ഈ ഉറുമ്പ് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞത്? സുഹൃത്തുക്കളെ, ഇതൊക്കെ ഈ ആയത്തിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുക. ഉറുമ്പ് മനുഷ്യർക്ക് വേണ്ടിയാണ്, പാറ്റ മനുഷ്യർക്ക് വേണ്ടിയാണ്, കഴുകന് മനുഷ്യർക്ക് വേണ്ടിയാണ്. കഴുകൻ എന്ന് പറയുന്ന ചീഞ്ഞ ചത്തുവീണ, മാരകമായ രോഗം ബാധിച്ച് ചത്തുവീണ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളെ കഴുകൻ തിന്നുന്നു. പക്ഷെ കഴുകനൊരു പ്രശ്നം ഉണ്ടാവണില്ല. കഴുകനൊരു പ്രശ്നം ഉണ്ടാവണില്ല. നമ്മളൊക്കെ ശരീരത്തിലുള്ള ഗ്യാസ്ട്രിക് ആസിഡ് കഴുകന്റെ ശരീരത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ ചീഞ്ഞ വസ്തുക്കളിലൂടെയുള്ള രോഗാണുക്കളെ ഈ ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അളവ് കൂടുതലായതുകൊണ്ട് കഴുകന്റെ ശരീരത്തിൽ വെച്ച് ചത്തുപോകുന്നു, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്നു. ഈ സിസ്റ്റം ആര് വെച്ചതാ ലോകത്ത്? ഈ പരിസ്ഥിതി ദിനമെന്ന് പറഞ്ഞ് ഈ ദിനത്തെ ലോകാടിസ്ഥാനത്തിൽ ആചരിക്കുമ്പോ ഒരു മുസ്ലിം ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം ലോകരക്ഷിതാവായ അല്ലാഹു തആല അത്ഭുതകരമായി, ആശ്ചര്യഭരിതമായി, ഉപകാരപ്രദമായി ഭൂമിയിൽ വെച്ചതാണ് എന്ന് പഠിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചത്. എല്ലാം അല്ലാഹു ഒരുക്കി തന്നതാണ്. സർവശക്തനായ അല്ലാഹു തആല ഗോളമണ്ഡലങ്ങളെ, ആകാശങ്ങളിലുള്ളതിനെ, ഭൂമിയിലുള്ളതിനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ള പ്രയോഗിച്ച വാക്ക് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നുന്ന. ഞാൻ ആദ്യം പറഞ്ഞ ആയത്ത് ഖലഖലകും മാ ഫിൽ അർളി ജമീഅന, എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഇനി അള്ള പ്രയോഗിക്കുന്ന വാക്ക് വസഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ വസഖറ ലകും, അവൻ നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നു. കണ്ടോ? നമുക്ക് വേണ്ടി, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ, നമുക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. വസഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു, അതിൽ നിന്ന് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു അല്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, ആകാശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റുകൾ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന, പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ, അവരോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് ഖുർആനിൽ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, സൂറത്തുൽ മുൽക്കിലെ ചോദ്യമാണ്. എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു ഏറ്റക്കുറച്ചിൽ, അത് കുറച്ചുകൂടി ഇങ്ങനെ ആകാമായിരുന്നു, അത് കുറച്ച് മോശമായിപ്പോയി, ഇല്ല, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏറ്റക്കുറച്ചിലും പറയാനില്ല. അതുകൊണ്ട് ഇന്നൊരു മരം നടുക, അതാണ് ഈ പരിസ്ഥിതി ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമെന്ന നിലക്ക് മരം നടാം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഹദീസ് പറയാം. പക്ഷേ ഒരു ചെറിയ ചെടി നട്ട് അതൊരു പത്രത്തിൽ ഫോട്ടോയാക്കി അതൊരു വീഡിയോ എടുത്ത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബ്ലോഗർമാരാണെങ്കിൽ അതിൽ ഇന്ന് പരിസ്ഥിതി ദിനമാണ് എന്ന നിലയ്ക്ക് ഞാനിതാ ഒരു ചെടി നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്കൂളിന്റെ മുറ്റത്ത്, കോളേജിന്റെ മുറ്റത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാലയങ്ങളുടെ മുന്നിൽ, അതല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്ന പബ്ലിക് സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന നിലക്ക് ഒരു ചെടി അവിടെ ഒന്ന് നട്ടുപിടിപ്പിച്ച് പിന്നെ അങ്ങോട്ട് നോക്കാതെ, അത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു താൽക്കാലിക ഫോട്ടോയായി, വീഡിയോ ആയി മാറാനുള്ള ദിനമല്ല പരിസ്ഥിതി ദിനം ആചരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു മരം നട്ടുപിടിപ്പിക്കൽ സുന്നത്തായ കാര്യമാണ്. എന്നാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് വളഞ്ഞു നിൽക്കുന്ന, ശല്യമായി നിൽക്കുന്ന, ഉപദ്രവമായി നിൽക്കുന്ന മരത്തിന്റെ കൊമ്പും മരവും മുറിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ആ നിലക്കാണ് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്. അയൽവാസിക്കത് ഭീഷണിയാണ്. കാറ്റടിക്കുമ്പോ അതിന്റെ മേൽഭാഗം ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ട് അയൽവാസിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അവരൊരു പല തവണകളായി പറഞ്ഞു,
ഒന്ന് മുറിച്ചു തരണം. അത് നിങ്ങളുടെ പറമ്പിലല്ലല്ലോ, നിങ്ങളുടെ വളപ്പിലല്ലല്ലോ, ഞങ്ങളുടെ മുറ്റത്തല്ലേ, ഞങ്ങളുടെ വളപ്പിലല്ലേ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു നിന്ന് ആധാരവും അതിന്റെ അതിർവരമ്പും നോക്കി തർക്കിക്കുമ്പോ അയൽവാസിക്ക് അതൊരു ഭീഷണിയാണെങ്കിൽ അത് മുറിച്ചു കൊടുക്കാത്തവൻ, അത് നീക്കം ചെയ്തു കൊടുക്കാത്തവൻ, ഏതർത്ഥത്തിലാണ് അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനായി മാറുന്നത്? ഏതർത്ഥത്തിലാണ് അവൻ മനുഷ്യരോട് ഏറ്റവും നല്ല സ്നേഹവും അടുപ്പവും വെക്കുന്നവനായി മാറുന്നത്? അവിടേക്ക് ഒരു മുസ്ലിമിനെ ആലോചിക്കാനുണ്ട്. അപ്പൊ ഒരു മുസ്ലിമിനോട് ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞ അതേ പ്രവാചകൻ അയൽവാസിക്ക് ശല്യമായി നിൽക്കുന്ന മരം മുറിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഏറെയുണ്ട്. ആ നിലക്ക് നമ്മൾ ഒരു വഴിയിൽ കിടക്കുന്ന ഉപദ്രവം നീക്കൽ അതൊരു ജിഹാദാണ് എന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്ര ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. വഴിയിൽ കിടക്കുന്ന ഉപദ്രവം, ഒരു പടത്തിന്റെ തൊലി പോലും റോഡിലേക്ക് എറിഞ്ഞ് അതിൽ ചവിട്ടി ഒരാൾ വീണാൽ അത് ബോധപൂർവമാണെങ്കിൽ ആ എറിഞ്ഞവന് കുറ്റമില്ലേ? അത് കണ്ടിട്ടും നടന്നു പോകുന്ന ഒരാൾ അതെടുത്തു മാറ്റാതെ പോകുമ്പോ ഒരു മുസ്ലിം കാണിക്കേണ്ട മര്യാദ കാണിക്കാത്തവനല്ലേ അവൻ? അതിനല്ലേ അത്ര പ്രോത്സാഹനം കൊടുത്തത്? ആ വഴിയിൽ കിടക്കുന്ന ഉപദ്രവം നിങ്ങൾ നീക്കി വെക്കണം, സൈഡിലേക്ക് മാറ്റണം. അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗപ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ മതം. ഇതൊക്കെ കാത്തു സൂക്ഷിച്ചാലുണ്ടല്ലോ, അയൽവാസികൾ ഏത് ജാതിയിലും മതത്തിലും വർഗത്തിലും വർണ്ണത്തിലും പെട്ടവരാകട്ടെ, ആ മുസ്ലിമിനെ കൊണ്ട് അവൻ ധന്യനാകും. ആ മുസ്ലിം അവിടെ വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ ആ അയൽവാസിയുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞത് മുസ്ലിമല്ല, തടയുന്നത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവരുത്. അതാ ചന്തയിൽ വന്ന് എന്റെ സ്ഥലം കൊടുക്കാനുണ്ട് എന്ന അറിയിപ്പ് കൊടുക്കുമ്പോ എന്റെ അയൽവാസികളായി രണ്ടു ഭാഗത്തും മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് എന്റെ സ്ഥലത്തിന് വില കൂടുമെന്ന് പറയുന്നത്. എന്താ വില കൂടാൻ കാരണം? മാർക്കറ്റ് അത്രയില്ല, പക്ഷേ ഇടതും വലതുമൊക്കെ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ മക്കളെ നിനക്ക് അവിടെ നിർത്തി ധൈര്യമായി പോവാം, അവരെ കൊണ്ടൊരു ദ്രോഹം നിനക്കുണ്ടാവില്ല സഹായമല്ലാതെ. അങ്ങനെ ഈ പള്ളിയിൽ വന്നു ചേർന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് പറയുമോ? ആദർശരംഗത്ത് അവര് വിട്ടുവീഴ്ചയില്ലാത്ത, ആദർശരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്തവരാണെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഒരു നല്ല മനുഷ്യനാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പറയുമോ? എന്നെക്കുറിച്ച് പറയുമോ? പറയുമെങ്കിൽ അവിടെയാണ് നാം മുസ്ലിമായി മാറുന്നത്. ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക് തരേണ്, മാന്യമായി പറഞ്ഞു, ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അടുത്ത പ്രാവശ്യം അവർ തരൂല, അവർക്കത് ബോധ്യപ്പെട്ടു. എന്നാൽ സാധാരണഗതിയിലുള്ള ഒരു അയൽപ്പക്ക ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണോ? ആണോ? വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ, അയൽവാസി വിശന്നിരിക്കെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക് അയൽവാസികളോട് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇന്നത്തെ കാലത്ത് പട്ടിണിയൊന്നുമില്ല എന്നാണ് സാധാരണ എല്ലാവരും പറയാ. നമ്മൾ ചോദിക്കണം, അന്വേഷിക്കണം. ബാപ്പ സ്ഥിരമായി ഗുളിക കുടിക്കുന്ന ആളല്ലേ? നിങ്ങളുടെ അച്ഛൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളല്ലേ? എന്താ ഇപ്പത്തെ അവസ്ഥ ചോദിക്കാറുണ്ടോ? 3 ദിവസമായി മരുന്ന് കഴിച്ചിട്ട് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊരു മറുപടി കേട്ടപ്പോ പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ? ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സഹായം ഇതിന്റെ ഭാഗമാണ്. ദ്രോഹം ഇതിനെതിരാണ്. നമ്മുടെ കൂട്ടത്തിൽ പുകവലിക്കുന്ന ആളുകൾ ഉണ്ടാവാം, ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. അത് ഈ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങളുടെ കൊച്ചുമക്കളോട്, പേരക്കുട്ടികളോട് നടത്തുന്ന തെറ്റായ സമീപനമാണ്. നിങ്ങളുടെ കുടുംബിനിയോട് കാണിക്കുന്ന തെറ്റായ സമീപനമാണ്. പലരും മിണ്ടാതെ, വാപ്പയുടെ പുകവലിയുടെ ദുർഗന്ധം മിണ്ടാതെ, മക്കളെന്ന നിലയ്ക്ക് മിണ്ടാതെ സഹിച്ചു നിൽക്കുന്ന വീടുകളുണ്ട്, ഇല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ലാ ളററ വലാ ളിറാർ എന്ന പ്രയോഗം നടത്തിയിട്ടില്ലേ? നമ്മൾ നമുക്ക് ഉപദ്രവമുണ്ടാക്കരുത്, മറ്റുള്ളവരെ നിങ്ങൾ ദ്രോഹിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മനോഹരമായ പ്രഖ്യാപനമല്ലേ അത്? നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എത്രയെത്ര പാസീവായ സ്മോക്കിംഗ് നടക്കുമ്പോ, അതിനങ്ങനെ പേരിട്ട് വിളിക്കുമ്പോ ആളുകളിലേക്ക് ഇത് പ്രിയപ്പെട്ട എത്ര ദ്രോഹമാണ് വരുത്തി വെക്കുന്നത്.
എത്ര അസുഖങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. 1-1.5 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളെ നിരന്തരമായി ഒന്ന് കഴിഞ്ഞാൽ അടുത്ത സിഗരറ്റ് വലിക്കുന്ന, അടുത്ത പുക വലിക്കുന്ന ആളുകൾ തന്റെ കുഞ്ഞിനെ എടുത്ത് ചുണ്ട് ചേർത്ത് വെച്ച് ഉമ്മ വെക്കുമ്പോ ആ കുഞ്ഞിന് സമ്മാനിക്കുന്നത് നന്മയാണോ? ആണോ? നിങ്ങളുടെ മകനോ നിങ്ങളുടെ മരുമോളോ നിങ്ങൾ അങ്ങനെ വലിക്കുന്നവനായിക്കൊണ്ട് കുട്ടിയെ ഉമ്മ വെക്കരുതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ വളർന്നത്. ബാപ്പയുടെ മറുപടി വരും, ഞാൻ പണ്ടേ വലിക്കുന്ന ആളാ, എന്നിട്ട് നിങ്ങളൊക്കെ ഈ വീട്ടിൽ വളർന്നില്ലേ? ആ കാലമല്ല ഇപ്പോ. രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. അപ്പോ ത്യാഗത്തിന്റെ കഥകൾ ഇങ്ങനെ ഏറെ പഠിക്കുന്നവരാണ് നമ്മള്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തു, താബീങ്ങൾ ഇങ്ങനെ ചെയ്തു, തബഅത്താബീങ്ങൾ ഇങ്ങനെ ചെയ്തു. ഒരുപാട് സ്വഹാബികളുടെ ചരിത്രം വായിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒറ്റി വീടുന്ന മുസ്ലിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു സാധാരണ സ്മോക്കിംഗ് പോലും മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ മാറ്റിവെക്കാൻ കഴിയാതെ, ഞാൻ കുറെ വലിക്കുന്നവനായിരുന്നു, ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്, ഇനിയും പതുക്കെ നിർത്തും. എത്ര വയസ്സായി? 50-60ആയി. ഈ സ്റ്റെപ്പ് തുടങ്ങിയിട്ട് 10-40 കൊല്ലായി. ഇനി എന്ന് മാറുന്ന പ്രതീക്ഷിക്കുന്നത്? എത്ര കൊല്ലായി ഒരു സ്മോക്കിങ്ങിന്റെ ത്യാഗം പറഞ്ഞിട്ട്? എത്ര പതിറ്റാണ്ടായി? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ പ്രയോഗമുണ്ട്, നിങ്ങളെ കൊല്ലരുത് എന്ന പ്രയോഗമല്ലേ? വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ കൊന്നുകളയരുത്. ഇങ്ങനെ നമ്മളെ കൊല്ലുക, കത്തിയെടുത്തിട്ട് വയറിന് കുത്തുക എന്ന അർത്ഥത്തിലാണോ? ആണോ? ഇത് കഴിച്ചാൽ, ഇതുപയോഗിച്ചാൽ ഞാനൊരു രോഗിയായി മാറും എന്നറിഞ്ഞിട്ടും സിഗരറ്റ് നിർബന്ധമായി വലിക്കണമെന്ന് തോന്നുന്നവർ അതിന്റെ ആ പാക്കറ്റിൽ, അതിന്റെ പുറത്ത് ഗവൺമെന്റ് മാറി വരുന്ന ഗവൺമെന്റ് കൃത്യമായി അതിന്റെ മുകളിൽ ഒരു പരസ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അറിയിപ്പ്, പരസ്യമല്ല, ഒരു അറിയിപ്പ്. എന്താ അറിയിപ്പ്? ഇത് നിന്റെ ആരോഗ്യത്തിന് കേടാണ്. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇത് നിന്റെ ആരോഗ്യത്തിന് കേടാണ് എന്ന് എഴുതി വെച്ചിട്ട് വിറ്റോന്നാണ്. കള്ളുകുപ്പിയിൽ അത് എഴുതി വെച്ചാൽ മതി, ഇത് ആരോഗ്യത്തിന് കേടാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ചിന്തിക്കാനുള്ള മേഖലയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡ്യൂട്ടി അതോടുകൂടി തീർന്നോ? ഈ പള്ളിയിൽ വന്ന ഒരാൾ കട നടത്തുന്നുവെങ്കിൽ, അവൻ സിഗരറ്റ് വിൽക്കുന്നവനാണെങ്കിൽ, ഇത് നിന്റെ ആരോഗ്യത്തിന് കേടാണെന്ന് എഴുതി വെച്ച് വിറ്റാൽ നിന്റെ ഉത്തരവാദിത്തം തീർന്നുവെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഹാൻഡ്സിന്റെ പാക്കറ്റിൽ ഇത് നിന്റെ ആരോഗ്യത്തിന് കേടാണ് എന്ന സീല് വെച്ചാൽ എനിക്ക് വിൽക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ചില സമയങ്ങളിൽ ഗവൺമെന്റ് പറയും പാടില്ല, അപ്പൊ പിന്നെ തൂക്കിയിടുന്നില്ല, ടേബിളിന്റെ അടിയിൽ വെച്ച് വലിപ്പിൽ വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന 1000-ങ്ങളും 10,000-ങ്ങളും നിനക്കും നിന്റെ കുടുംബത്തിന് ഉപകാരപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാനിതൊരു മുസ്ലിമിന്റെ ചിന്തയിൽ നിന്നുകൊണ്ട് നാം ആലോചിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ദിനം വരുമ്പോ, ഏതെങ്കിലും ആചരിക്കുന്ന ഒരു ദിവസം വരുമ്പോ, ഒരു മണിക്കൂർ വരുമ്പോൾ മാത്രം ആലോചിക്കാനുള്ളതല്ല. നീ നിന്റെ ശരീരത്തെ കേടുവരുത്തരുത്, കൊന്നു കളയരുത്. നമ്മളെ ബൈക്കിൽ നമ്മൾ ഡീസൽ അടിക്കൂല. മാറി അടിച്ചാൽ ആ പമ്പിന്റെ അടിച്ച അവിടുത്തെ സെയിൽസ്മാനോടോ സെയിൽസ് ഗേളിനോടോ പ്രശ്നം ഉണ്ടാക്കും. പമ്പിന്റെ മുതലാളി ചിലപ്പോൾ വരേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് ആ പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്തു തരാൻ ആവശ്യപ്പെടും. ഒരു 60,000, 80,000, 1 ലക്ഷം കൊടുത്ത് വാങ്ങിയ ഒരു സ്കൂട്ടറിൽ, ബൈക്കിൽ ഒന്ന് മാറി പെട്രോളിന് പകരം ഡീസൽ അടിച്ചപ്പോ പ്രശ്നമുണ്ടാക്കിയവരെ അള്ളാഹു തന്ന കിഡ്നിക്ക് വിലയില്ലേ? അള്ളാഹു തന്ന ആമാശയത്തിന് വിലയില്ലേ? അള്ളാഹു തന്ന ആന്തരിക അവയവങ്ങൾക്ക് വിലയില്ലേ? ഖുതുബകളും ക്ലാസുകളും കേട്ടിട്ടും ലഹരി ഉപയോഗിക്കുന്നവർ ഈ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ, മദ്യം ഉപയോഗിക്കുന്നവർ ഈ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെന്തുപദേശമാണ് കേൾക്കുന്നത്? അള്ളാഹു തന്ന ആന്തരിക അവയവങ്ങൾക്ക് ഈ കിഡ്നി നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ലക്ഷങ്ങളുടെയും കോടികളുടെയും വില മനസ്സിലാവുക. ഒരു വാൾവിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് അള്ളാഹു തന്ന ഈ സംവിധാനത്തിന്റെ വിലയേറിയ 8 മണിക്കൂർ കൊണ്ട് വെജ് ആൻഡ് നോൺ വെജ് ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരു ആമാശയ സംവിധാനം തന്ന വളരെ വളരെ അത്ഭുതകരമായ ഒരു സംവിധാനം വെച്ച ലോകരക്ഷിതാവിന്റെ എനിക്കും നിങ്ങൾക്കും നൽകിയ അപാരമായ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വരിക അവിടെ എന്തെങ്കിലും ഒന്ന് ബാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരു പ്രകൃതിയുടെ, ഒരു പരിസ്ഥിതി ദിനമെന്ന നിലക്ക് ഒരു ദിനത്തെ ആചരിക്കുമ്പോ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കണമെന്നാണ്
ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുക എന്ന അർത്ഥത്തിലല്ല. ഞാൻ വളരെ 1, 2, 3 ആയത്തുകൾ മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ നിലക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും നിങ്ങൾ തയ്യാറാകണം. സർവശക്തനായ അല്ലാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചിന്താശക്തിയുള്ളവരാണ്, ആലോചിക്കാൻ കഴിവുള്ളവരാണ്, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാണ്. നമ്മുടെ മക്കൾ കഴിഞ്ഞ ആഴ്ച അതാണ് നമ്മൾ പറഞ്ഞത്, പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ എന്റെ കുട്ടി എവിടെ ചേർക്കണം, എവിടെ കൊണ്ടാക്കണം, ഏത് ഹോസ്റ്റലിലാക്കണം, നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ആലോചിച്ചില്ലേ, നമ്മൾ ചിന്തിച്ചില്ലേ? അതിനപ്പുറമുള്ള ഒരു പരീക്ഷാ ഹാളിലേക്ക്, ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഹാളിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ. ദുനിയാവിലെ പരീക്ഷയല്ല, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നീതിപൂർവമായ കോടതിയിൽ ചെന്ന് നിൽക്കാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ശരിക്കും ആലോചിക്കണം. എന്റെ അയൽവാസിക്ക് ഞാനൊരു ഉപദ്രവം ഉണ്ടാക്കാറുണ്ടോ? എത്ര ആളുകൾ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞു, നോമ്പും പെരുന്നാളും കഴിഞ്ഞു, വലിയ പെരുന്നാളും കഴിഞ്ഞു, എന്നിട്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും. നമ്മൾ എന്തിനാണ് ഖുത്ബ കേൾക്കുന്നത്, എന്തിനാ ക്ലാസ് കേൾക്കുന്നത്, എന്തിനാ തെറ്റിയത്, എന്തിനാ പിണങ്ങിയത്? ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാവും. ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും ആലോചിക്കുക, ശരിക്ക് ചിന്തിക്കുക. നമ്മളൊന്ന് ഒരാളുടെ മുമ്പിൽ ഒന്ന് താന്നു കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസ് കൂടി ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, മരങ്ങള് നട്ടുപിടിപ്പിക്കണം, മരങ്ങൾ വെക്കണം. റോഡ് സൈഡിൽ വെക്കാൻ പറ്റുമോ? അനുവാദമുള്ള സ്ഥലത്ത് നമുക്ക് വെക്കാം. അവിടെ വെക്കാൻ പാടില്ലാന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞാൽ പിന്നെ അവിടെ വാശി പിടിച്ച് ഇതൊരു സുന്നത്താന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. നമുക്ക് അനുവാദമുള്ള സ്ഥലത്ത് വെക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ. ഒരു ചെടി പിടിപ്പിക്കുകയാണ് ഒരു മുസ്ലിം, ഒരു മരം പിടിപ്പിക്കുകയാണ്, ഒരു കൃഷി ഉണ്ടാക്കുകയാണ്. ഫയഅകുലു മിൻഹു, അതിൽ നിന്ന് തിന്നുന്നത് ത്വയ്ർ, പക്ഷി കഴിക്കുകയാണ്. ഔ ഇൻസാൻ, മനുഷ്യൻ ഭക്ഷിക്കുകയാണ്. ഔ ബഹീമ, മറ്റു ജീവജാലങ്ങൾ ഭക്ഷിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇല്ല കാന ലഹു ബിഹി സ്വദഖ, അവരൊക്കെ ഭക്ഷിക്കുമ്പോ അതൊക്കെ ഒരു സ്വതക്കയായി വെച്ചവന്, കൃഷി ചെയ്തവന്, നട്ടുപിടിപ്പിച്ചവന് കിട്ടാതിരിക്കില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു റോഡ് സൈഡിൽ ഒരു മരം പിടിപ്പിച്ചു, അതിൽ കുറെ കായ്ക്കനികൾ ഉണ്ടായി. നമ്മളതല്ല, അവകാശം പറഞ്ഞു ചെല്ലാനൊന്നും പറ്റൂല, അത് പബ്ലിക് സ്ഥല, ഞാൻ പിടിപ്പിച്ചതാണ്, അവിടെ എന്നോട് ചോദിക്കണം പഠിക്കാനില്ല, അത് പബ്ലിക്കാണ്, അത് പബ്ലിക്കാണ്. പക്ഷെ അവിടെ പക്ഷികൾ കഴിക്കുമ്പോ, മൃഗങ്ങൾ കഴിക്കുമ്പോ, അതിൽ നിന്ന് കിട്ടിയിട്ട് മനുഷ്യർ കഴിക്കുമ്പോ നിന്റെ അക്കൗണ്ടിലേക്ക് സ്വതക്കയുടെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിപ്പിച്ച ഒരു മതം ലോകത്ത് വേറെ ഏതുണ്ടാവും? നിങ്ങളൊന്ന് പഠിച്ചോക്ക്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് കൈമാറാൻ പറ്റിയ വലിയൊരു മെസ്സേജാണ്. നിങ്ങളൊരു മരം വെച്ച് പിടിപ്പിക്കേ, അതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കട്ടെ, മൃഗങ്ങൾ കഴിക്കട്ടെ, മനുഷ്യർ ഭക്ഷിക്കട്ടെ, അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്വതക്കയായി വരുമെന്ന് മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, പ്രചോദനം നൽകിക്കൊണ്ട്, ഈ അർത്ഥത്തിൽ നിങ്ങൾ സമൂഹത്തിന് ഉപകാരമുണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ലോകത്ത് വേറെ ഏതുണ്ടാകും? എവിടുന്ന് കിട്ടും നമുക്ക് അങ്ങനെ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ വർഷം ഇങ്ങനെ കടന്നു വരും, ഓരോ ദിനങ്ങൾ. അപ്പോഴൊക്കെ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഏത് ലെവലിൽ നിന്ന് ചിന്തിക്കണം, ആലോചിക്കണം? ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല മുമ്പേ പ്രവാചകന്മാർ വഴി, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമ്മളെ പഠിപ്പിച്ചതാണ്. അത് പ്രാക്ടിക്കലാക്കുന്ന സ്ഥലത്ത് നമ്മൾ പിറകിലേക്ക് പോകുമ്പോ ലോകം ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതൊരു പുതിയ സിദ്ധാന്തമായി, പുതിയൊരു സംവിധാനമായി മുസ്ലിങ്ങൾ തന്നെ ഇങ്ങനെ ചെവി കൊടുക്കുകയാണ്. ഭയങ്കര സംഭവമാണല്ലോ. നമുക്കെല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച ഒരു മതം ലോകത്ത് വേറെ ഉണ്ടാവില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ മതാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് ഇതിന്റെ സന്ദേശമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മൾ നമ്മളെ നശിപ്പിക്കരുത്. ഒരു നിലക്കും യുവാക്കളോട് പ്രത്യേകിച്ച് പറയുകയാണ്, കോളേജിലേക്കൊക്കെ പോകുന്ന കുട്ടികളോട് പ്രത്യേകിച്ച് പറയുകയാണ്, ചുറ്റുഭാഗത്തും നിങ്ങളെ മാടി വിളിക്കുന്ന എല്ലാ കൈകളും
നന്മയുടെ കൈകളല്ല. നിങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന പല വർത്തമാനങ്ങളും പറയുന്നത് നിങ്ങളുടെ നന്മയോ ഫ്യൂച്ചറോ കണ്ടുകൊണ്ടല്ല. ചുറ്റുഭാഗത്തും ഒഴുകുന്ന നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ ഒരു കുളിർമയേകുന്ന ഇതൊരു അരുവിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള, ഗർത്തത്തിൽ വീഴ്ത്തിക്കളയാനുള്ള ചതിക്കുടികളുടെ ഒഴുക്കാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം മാടി വിളിക്കുന്ന എല്ലാ കരങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്മയ്ക്കു വേണ്ടിയല്ല. കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന പലരും നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറകളെ, പ്രിയപ്പെട്ടവരെ, ഈ ന്യൂജൻ ടീമിനെ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നത് വാപ്പക്കെതിരാവാനാണ്, ഉമ്മക്കെതിരാക്കാനാണ്, സമൂഹത്തിന് ഉപകാരമില്ലാത്തവരാക്കാനാണ്, ഒറ്റപ്പെട്ട ഏതോ മുക്കുമൂലയിൽ, കോർണറിൽ, ഇരുട്ടിൽ തളച്ചിടാനാണ്. അതുകൊണ്ട് എടുത്തു ചാടരുത്. ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് പോയി ചാടിയാൽ വേഗത കൂടും എന്നാണല്ലോ പറയാറുള്ളത്. നിന്ന സ്ഥലത്ത് നിന്ന് കേൾക്കുമ്പോഴേക്ക് ചാടരുത്. ആ ചാട്ടം വേഗതയുണ്ടാവില്ല, അപകടത്തിൽപ്പെടും. മറിച്ച് ഒന്ന് കേട്ടാൽ, ഒന്ന് ആലോചിച്ച്, ഒന്ന് ചിന്തിച്ച്, ചില സ്റ്റെപ്പുകൾ എടുത്ത് ഒന്ന് പിറകിലേക്ക് പോയി 2 ദിവസം കഴിയട്ടെ, ആലോചിക്കട്ടെ. അങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓടി വന്ന് ചാടാം. അപ്പൊ വേഗത കിട്ടും. യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. എത്രയെത്ര വാർത്തകളാണ് നമുക്ക് ചുറ്റും നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ നിങ്ങൾ? നമ്മളെ റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂരിൽ നിന്ന് വാണിയമ്പലത്തെത്തുമ്പോ നിങ്ങളൊക്കെ മുമ്പ് കേട്ടതാ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. എന്തിനായിട്ട് പറയുന്നറിയോ? കാമുകൻ ഈ പെൺകുട്ടിയുടെ അമ്മയോട് പറയാണ്, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അമ്മ പറഞ്ഞു, അവളെ വിളിക്കട്ടെ. അവളെ വിളിച്ചു. അവളെ വിളിക്കട്ടെ, അവളെ വിളിച്ചു. അവള് വീട്ടിലുണ്ട്. ഉണ്ടോ മോളെ? ഇല്ല. എന്നാൽ ഈ പടി ഇനി നിന്നെ കാണാൻ പാടില്ല. മുസ്ലിം കുടുംബമല്ല. ഈ പടി, ഈ പരിസരത്ത് നിന്നെ കാണാൻ പാടില്ല. ഉമ്മയോട് ശണ്ട കൂടി വർത്തമാനം പറഞ്ഞ് വഴക്കടിച്ച് അവൻ ഭീഷണി മുടക്കി അവിടെ നിന്ന് പോയി. നൊന്ത പ്രസവിച്ച അമ്മയുടെ മുന്നിൽ വെച്ച് ഭീഷണി മുടക്കിയ കാമുകൻ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം വന്ന് ഒരു ബൈക്ക് ഹോണടിച്ച് വിളിക്കുമ്പോ ഇറങ്ങിപ്പോയി ബൈക്കിൽ കയറിയവൾ. ചിന്തിക്ക്, നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ വാക്കിന്, അമ്മയുടെ വാക്കിന് വിലയില്ല. ഇന്നലെ കണ്ട് വർത്തമാനം പറഞ്ഞ് ഇക്കിളിപ്പെടുത്തിയ കാമുകന്റെ ആ വർത്തമാനത്തിൽപ്പെട്ട് ആ ബൈക്കിൽ ചെന്ന് കയറി. മണിക്കൂറുകൾ കഴിയുമ്പോ നമ്മുടെ നാടിന്റെ പരിസരത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ കുറ്റിക്കാട്ടിൽ അവൾ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൽ മുകളിൽ അവൾ ഉപയോഗിച്ച ഷാള് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്ന് കുറ്റിക്കാട്ടിൽ തല്ലിയ പെൺകുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. ഞാൻ പറയുന്നത്, ഇന്നലെ വന്ന് ഭീഷണി മുഴക്കിയിട്ടും ആ കുടുംബം നൊന്ത് പ്രസവിച്ച അമ്മയെ വിട്ട് അവൻ മാടി വിളിക്കുമ്പോ ചെല്ലാൻ തയ്യാറുള്ള ഒരു പുതിയ ലോകത്ത് വിവേകമാണ് നമുക്ക് വേണ്ടത്. വിവേകമാണ് നമുക്ക് വേണ്ടത്, വികാരമല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിന് കളിക്കാം, ചിരിക്കാം, സന്തോഷിക്കാം, ഫുട്ബോൾ കാണാം, അനുവദിക്കപ്പെട്ട കളികളിൽ ഏർപ്പെടാം, തർക്കമില്ല. കുറച്ചൊക്കെ ആവേശമുണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് കഴിഞ്ഞ ലോകകപ്പ് നടന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ചിലവഴിച്ച പണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മാത്രം അറിയപ്പെട്ട ചെറിയ ക്ലബ്ബുകളായി 1000-ലധികം ക്ലബ്ബുകളുണ്ട്. പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ആ ക്ലബ്ബുകളിലൊക്കെ 2-3 ടീമിന്റെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഫാൻസുകളുണ്ട്. പേരും ടീമിനൊന്നും ഞാൻ പറയുന്നില്ല. കരുനച്ചി എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്ര ബാനറുകളും ഫ്ലക്സുകളും പൊന്തിക്കഴിഞ്ഞു. ആളുകൾ എത്ര ദൂരത്തുനിന്ന് നോക്കിയാലും കാണാവുന്ന ഒഴിഞ്ഞു നിൽക്കുന്ന പാടത്ത്, നദികളിൽ,
ചാലിയാറിന്റെ മധ്യത്തിലൊക്കെ വലിയ കമ്പികൾ സ്ഥാപിച്ച് വലിയ കട്ടൌട്ടുകൾ വീരുകയാണ്. എത്ര ഇതിന്റെ ഹൈറ്റ് എന്നറിയോ? ഞാൻ പറയണല്ല, ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഏകദേശം 80 അടി ഒക്കെ ഹൈറ്റിലൊക്കെയാണ്. 80 അടി എന്നൊക്കെ 8 നില കെട്ടിടത്തിന്റെ വലിപ്പായി ഹൈറ്റിലൊക്കെയാണ് കട്ടൌട്ടുകൾ വീരുന്നത്. ഈ അർത്ഥത്തിലുള്ള ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരന്റെ കട്ടൌട്ട് ഒരുക്കാൻ അതിന്റെ ചെലവ് 30,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ്. 1000-ലധികം ക്ലബ്ബുകളാണ് മലപ്പുറത്തും കോഴിക്കോടും മാത്രമുള്ളത്. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തോളൂ. കണക്ക് പറയുന്നത് മിനിമം ഒരു ക്ലബ്ബ്, അതിലാളുകൾ ഇതിനുവേണ്ടി ഒരു ഗ്രാമത്തിൽ ചെലവഴിക്കുന്നത് മിനിമം 1 ലക്ഷത്തോളം രൂപയാണ്. ചെറുതും വലുതുമായി. ഇപ്പൊ കരുന്നച്ചി എന്ന ഗ്രാമം അങ്ങാടി സ്ഥാപിക്കും, ചിലപ്പോ പെരുങ്കുളത്ത് സ്ഥാപിക്കും, ആ പള്ളിപ്പടിയുടെ കയറ്റത്ത് സ്ഥാപിക്കും. ഞാനൊരു നമ്മുടെ നാടുമായി തട്ടിച്ചു പറയണേ, സ്കൂളിന്റെ മണക്കാട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് സ്ഥാപിക്കും. അങ്ങനെ സ്ഥാപിക്കുന്ന അത് നമ്മൾ 10 ആള് കൂടി 1000 രൂപ എടുത്ത് 10,000-ന്റെ ഒരു ഫ്ലക്സ് സ്ഥാപിക്കുമ്പോ നമുക്ക് പോയത് 1000 രൂപ മാത്രമാണ്. അങ്ങനെ ഈ 2 ജില്ലകളിൽ മാത്രം ഒരു 50,000 രൂപ 1000-ഓളം വരുന്ന 1000-ലധികം വരുന്ന ക്ലബ്ബുകൾക്ക് വീതിച്ചു കൊടുത്താൽ എത്ര പൈസയായി? എത്ര ക്യാഷായി? 50 ഒരു കണക്ക് പറയുന്ന സെർച്ച് ചെയ്താൽ കിട്ടുന്ന 1 ലക്ഷമൊക്കെ വിട്ടിട്ട് ഒരു 50,000 രൂപ ചെലവഴിച്ചു ആ നാട്ടിലെ ആളുകൾ. പല രാജ്യത്തിന്റെയും കളിക്കാരുടെ പ്രേമികളാണ്. അപ്പൊ എത്ര പൈസയാവും? ഒരു 10 സ്ഥലത്ത് ഇതുപോലെ സ്ഥാപിക്കുമ്പോ 5 ലക്ഷമായില്ലേ? 100 സ്ഥലത്ത് സ്ഥാപിക്കുമ്പോ, 1000 സ്ഥലത്ത് സ്ഥാപിക്കുമ്പോ എത്ര കോടികളാണ് വരുന്നത്? അത് ഒരു നന്മയുടെ റൂട്ടിലേക്ക് തിരിച്ചുവിടാൻ മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ ഇതൊന്നും സ്ഥാപിക്കരുത് എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്രായോഗികമായിരിക്കാം. പക്ഷേ നിങ്ങൾക്കും ഇടപെടാൻ പറ്റുന്ന ക്ലബ്ബുകളാണെങ്കിൽ പറയണം, നിങ്ങൾ ഇതിന്റെ പേരിൽ പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് ഇതാ ഇവിടെ വേദനിക്കുന്ന ഒരു ഉമ്മയുണ്ട്, അമ്മയുണ്ട്, ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ട്, ഒരു നിത്യരോഗിയുണ്ട്, മഴക്കാലം ആരംഭിച്ചിരിക്കുന്നു, ചോർന്നൊലിക്കുന്ന ഒരു വീടുണ്ട്. നമ്മൾ ഈ 4 ടീമും ഓരോ ഫ്ലെക്സ് വേണ്ട എന്ന് വെച്ചാൽ ആ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒരു 500 ഓട് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റും. അതിന്റെ പോസിറ്റീവായ വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കോടികളാണ്, കോടികൾ. നിങ്ങൾ കണക്കൂട്ടിക്കോ, കോടികൾ. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം മനുഷ്യനോട് തിന്നാനും കുടിക്കാനും അണിയാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, വല തുസിരിഫു, അമിതമാവരുത്, അമിതമാവരുത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ആ പൊടി പിടിക്കുന്ന സമയം ഇങ്ങനെ തീർന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഖത്തീബ് പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ പേരിൽ നമ്മൾ നിസ്കാരം പോവരുത്. ഇനി ഒരു ലോകകപ്പ് ഫുട്ബോൾ വരിക, കളി 3 മണിക്കാണ്, നമ്മൾ എണീക്കും. 4 മണിക്കാണ് നമ്മൾ എണീക്കും. നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന താല്പര്യമുള്ള കുറെ ആളുകളുണ്ട്. താല്പര്യത്തെ നമ്മൾ ഹനിക്കുന്നില്ല, കാണരുതെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളുടെ സുബഹി പോയാൽ പിന്നെ നമ്മൾ എന്ത് മുസ്ലിമാണ്? പിന്നെ നമ്മൾ എന്ത് മുസ്ലിമാണ്? അതിന്റെ പേരിൽ ദൂർത്തടിച്ചാൽ, അനാവശ്യ വാക്കുകളുടെ മെസ്സേജുകൾ കൈമാറിയാൽ, എന്തൊക്കെയാണ് ബാനറുകളിൽ എഴുതി വെക്കുന്നത്? നഊദുബില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിൽ ഒരു മുസ്ലിമായ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിമായ നിന്റെ റോളുണ്ടെങ്കിൽ പിന്നെ നീ എന്ത് പക്വതയാണ് ലോകത്തോട് കാണിച്ചത്? ചിന്തിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് പരിശോധിച്ചോ. ആ സമയത്ത്, രാഷ്ട്രീയത്തിന്റെ സമയത്ത് മുദ്രാവാക്യം വിളിച്ച് മുട്ടുചുരുട്ടി വായുവിലെറിഞ്ഞ് പള്ളിക്ക് മുന്നിലൂടെ മുദ്രാവാക്യം വിളിച്ച് മഗ്രിബിന്റെ സമയത്ത് പോയവർ കൂട്ടത്തിലുണ്ടെങ്കിൽ, മഗ്രിബ് നേരത്തെ നിസ്കരിക്കേണ്ട നിസ്കാരല്ലേ? അല്ലേ? എവിടുന്നാ നിസ്കരിച്ചതെന്ന്? മഗ്രിബ് ഇശാ ആണെങ്കിൽ കുറച്ച് സമയം വൈകി, ജമാഅത്ത് കിട്ടിയില്ലെന്ന്. ശരി, മഗ്രിബിന്റെ നേരത്ത് ആ പ്രകടനവുമായി പോയവർ എവിടുന്നാ നിസ്കരിച്ചത്? ഇനി ലോകകപ്പിന്റെ പേരും പറഞ്ഞ് ഇശാഇന്റെ ജമാഅത്ത്, സുബഹിയുടെ ജമാഅത്തൊക്കെ നഷ്ടപ്പെടുത്തി അതിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ അന്തം വിട്ട് നിൽക്കുന്ന, കൂക്കി വിളിച്ച് ആർപ്പ് വിളികളുമായി നിൽക്കുന്നവർ, ആ കൂട്ടത്തിൽ ഈ ജുമാ കേൾക്കുന്നവരുമുണ്ടെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
മറിച്ച് അവിടെയൊക്കെ നമുക്കൊരു മുസ്ലിമായി നിൽക്കാൻ ഖുർആനിലെ പ്രയോഗമില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്നല്ല വിളിച്ചിട്ട് ആമിനു ബില്ലാ എന്നല്ല പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് വിശ്വസിക്കണം. ആരെ വിളിച്ചിട്ട്? വിശ്വാസികളെ. നിങ്ങൾ ചേർത്ത് വായിച്ചാൽ മതി. ഇനി ചേർത്ത് ബാക്കി നിങ്ങൾ ചേർത്ത് വായിച്ചാൽ മതി. ഖുർആനിൽ യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗമുണ്ട്, മനുഷ്യരെ. അത് പൊതുജനങ്ങളെ മൊത്തം വിളിക്കുക. അല്ലാഹ് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയാ, നീ അള്ളാഹുവിനെ തൊട്ട് വേണ്ടതുപോലെ വിശ്വസിക്കണം കേട്ടോ. എന്തിനാ അങ്ങനെ പറയുന്നത്? ഒരു വിശ്വാസി എന്ന നിലക്ക് നാം എടിച്ചിറങ്ങാൻ, റൂട്ട് തെറ്റാൻ, നിയന്ത്രണം വിട്ടുപോകാൻ അതേ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. തെറ്റിപ്പോകരുത്, പിടിച്ചു നിൽക്കണം. കാലം മുന്നോട്ട് പോകുമ്പോ കയ്യിൽ വെച്ച തീക്കൊള്ളി പോലെയായിരിക്കും. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കേണ്ടി വരും. ഈ നാടൊഴുകുന്ന അതേ റൂട്ടിലേക്ക് ഒഴുകാൻ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് പണിയൊന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് ത്യാഗമൊന്നും ആവശ്യമില്ല. മറിച്ച് എല്ലാവരും ഇങ്ങനെ ഒഴുകുന്ന റൂട്ടിലേക്ക് ഒഴുകാനുള്ളവരല്ല നമ്മൾ, മറിച്ച് തിരിഞ്ഞു ചിന്തിക്കാനുള്ളവരാണ്. നന്മയുടെ വശത്തേക്ക് ആളുകളെ കൂട്ടാനുള്ളവരാണ്. അതുകൊണ്ട് കളി എതിർത്തിട്ടില്ല, കാണുന്നതിനെ എതിർത്തിട്ടില്ല, അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെയും നമ്മളൊരു മുസ്ലിമായിരിക്കണം. അത് മറന്നു പോകരുത് എന്ന് മാത്രം ഈ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫ് വരാതെ, ദൂർത്തു വരാതെ, പൊങ്ങച്ചം വരാതെ, ഗർവ് വരാതെ, തന്റെ നാവുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാതെ, പ്രിയപ്പെട്ടവരെ, അവിടെ എന്റെ ഇസ്ലാമും ദീനും എല്ലാം കളഞ്ഞു കുളിച്ചവനായി ഒരു മാസക്കാലത്ത് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി നാം കെട്ടിപ്പടുക്കുന്നത് മുഴുവനും ഒരു മാസം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുമ്പാരങ്ങളായി ഇവിടെ അവശേഷിക്കുമ്പോ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അത് കഴിഞ്ഞാലോചിക്കുമ്പോ ചില ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അല്ലാഹു തആല ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.